സ്ത്രീകൾക്ക് ഒരു പൈസ പോലും മുടക്കാതെ പ്രിയദർശിനി ബസ്സിൽ ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. മൂടൽമഞ്ഞ് നീങ്ങുന്ന നേരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീപ്പെട്ടിയുടെ വലുപ്പത്തിൽ ഒച്ചുപോലെ നീങ്ങി വരുന്ന വാഹനങ്ങൾ അങ്ങ് ദൂരെ കാണാം. ഇങ്ങോട്ട് ഞാൻ വന്നതും പ്രിയദർശിനി ബസ്സിനാണ്. ഇങ്ങോട്ട് പ്രിയദർശിനി ബസ് മാത്രമേ ഉള്ളൂ. ആ ബസ്സിൻ്റെ സമയവും ഞാൻ പറയാം. ഇവിടെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മളെ തണുത്ത് വിറയ്ക്കുകയാണ്. ശക്തമായ കാറ്റും നല്ല മഞ്ഞുമാണ്. പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യം നമ്മൾ ഇവിടെ വന്ന് കണ്ട് ആസ്വദിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഇത് ഈ മലയുടെ ഏറ്റവും മുകൾ ഭാഗമാണ്. തണുത്ത കാറ്റ് ആഞ്ഞു വീശുന്ന മനോഹരമായ ആ മലയുടെ മുകൾ ഭാഗം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ആദ്യം തന്നെ ഈ കർഷക ജ്യോതിസ് ഇക്കോ ഷോപ്പ്, അവിടെ നിന്നും ഒരു ചൂട് ചായ അങ്ങോട്ട് വാങ്ങിച്ചു കുടിച്ചു. കാരണം ഇവിടെ ഒരു രക്ഷയുമില്ലാത്ത തണുപ്പാണ്, മഞ്ഞാണ്, കാറ്റാണ്. ഇതുകൊണ്ടോ ആൾക്കാർ വരുന്നുണ്ട്, വാഹനങ്ങൾ വരുന്നുണ്ട്. പൊതുവേ ആള് വളരെ കുറവ്. കാരണം അതിശക്തമായ കാറ്റും ഭയങ്കരമായ മൂടമഞ്ഞും നല്ല മഴയും. ഇപ്പം മഴ സ്വല്പം തോർന്നു നിൽക്കുകയാണ്. ഈ കാണുന്ന വാഹനങ്ങളിലൊക്കെ ആൾക്കാർ ഇവിടെ വന്നതാണ്. എന്നാൽ പൊതുവേ ആൾ കുറവാണ്. അതുകൊണ്ടാണ് തൻ്റെ ഈ കാണുന്ന കടകളൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്ക് വരേണ്ടതാണ്. അതുകൊണ്ടൊക്കെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പം വളരെ ആൾ കുറവാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് പ്രിയദർശിനി ബസ്സിലാണ് കേട്ടോ. സ്ത്രീകൾക്ക് ഒരു പൈസ പോലും മുടക്കില്ലാതെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് പോകാം. ഈ ബസ് എങ്ങനെ, എവിടുന്ന്, എപ്പോഴാണ് അതിൻ്റെ സമയം എന്നുള്ളത് ഞാൻ പറയാം. അതുപോലെ ഇവിടെ വരുന്നവർ വല്ല ബിസ്ക്കറ്റോ അതുപോലെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചോണം. കാരണം മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഷോപ്പ് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ കാറ്റടിക്കുന്ന ശബ്ദം ഇതിൽ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്, കൊടുങ്കാറ്റ് പോലെയാണ്. നമുക്ക് മുമ്പോട്ട് നീങ്ങാം. കണ്ടോ എഴുതി വച്ചിരിക്കുന്നത് പാഞ്ചാലിമേട്. പാഞ്ചാലിമേടിൻ്റെ പ്രധാന കവാടമാണ്. ഈ സ്ഥലത്തിന് ഇങ്ങനെ പേര് വരുവാൻ കാരണം എന്താണെന്നറിയാമോ? വനവാസ കാലത്ത് പാണ്ഡവർ പാഞ്ചാലിക്കൊപ്പം ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് വിശ്വാസം. അങ്ങനെ പാഞ്ചാലിയുടെ മേട് അല്ലെങ്കിൽ കുന്ന് എന്ന അർത്ഥത്തിൽ നിന്നാണ് ഈ പ്രദേശത്തിന് പാഞ്ചാലിമേട് എന്ന പേര് വന്നത്. അതൊക്കെ കയറാൻ പാസ് എടുക്കണം. ഇവിടെയെല്ലാം വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും പാസ് ഉണ്ട്. അതിന് എത്രയാ ചാർജെന്നും കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലവും. അപ്പം നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് കയറാം. ഇതുകൊണ്ട് അങ്ങോട്ട് കയറി വരുമ്പം തന്നെ കണ്ടോ, അങ്ങനെ പുൽമേടുകളാണ്. എത്ര ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട്. പക്ഷെ ആള് വളരെ കുറവാണ് കേട്ടോ. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ക്ഷേത്രമാണ്, ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം. ഇതൊരുപാട് വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. ഇത് മഹാഭാരത കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ്. ഈ പാണ്ഡവരുടെ വനവാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു ക്ഷേത്രമാണ്. ഇത് വള്ളിയാങ്കാവ് ക്ഷേത്രമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഒരു അവസരത്തിൽ ആ ക്ഷേത്രത്തിൽ പോയിട്ട് അതിൻ്റെ കഥ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇവിടെ കുറേ ഈ ഇതുണ്ടോ, ഇതിനകത്തിൻ്റെ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട്. സിപ്പ് ലൈൻ മാത്രമേ ഇവിടെ ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആകുന്നേ ഉള്ളെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ സിപ്പ് ലൈൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അവിടെ പുതിയ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അവർ ഇവിടെ ബോർഡ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും അങ്ങ് താഴ്വാരത്തുള്ള ഒരു മലയിലേക്കാണ് ഈ സിപ്പ് ലൈൻ കടന്ന് പോകുന്നത്. എന്തൊരു കാറ്റാണെന്നറിയോ. ഈ കാറ്റിൻ്റെ ശബ്ദം ഇതിൽ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇത് കണ്ടോ, നമ്മുടെ പശ്ചിമഘട്ട മലനിരകളൊക്കെ അങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മനോഹരമായ ഒരു കാഴ്ച കണ്ടോ. ശരിക്കും നമുക്ക് ഈ മഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, ഈ താഴ്വാരകളും ഈ ഇങ്ങനെ മലകളിങ്ങനെ ഒന്നിന് പുറകിൽ ഒന്നായിട്ട് കിടക്കുന്ന കാണാൻ നല്ലൊരു കാഴ്ചയാണ്. അങ്ങ് കാണുന്ന കുന്ന് കണ്ടോ, മല, അതിൻ്റെ മുകളിലേക്ക് എനിക്കൊന്ന് കയറണം. പക്ഷെ ഇവിടെ വരുന്നവരൊന്നും ഇപ്പം അങ്ങോട്ട് കയറുന്നില്ല. ഇതുപോലെ ഒരുപാട് കുടിലുകൾ പോലെ ഇങ്ങനെ ഈ മലഞ്ചെരുവുകളിലെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതുകൊണ്ടോ, അങ്ങ് ദൂരെ ഒരു കുളം കാണാൻ പറ്റുന്നുണ്ടോ? അത് വനവാസകാലത്ത് പാഞ്ചാലി ഇവിടെ വന്ന് കുളിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. ആ കുളത്തിൽ പാഞ്ചാലിക്കുളം എന്നാണ് അതിൻ്റെ പേര്. മഴയും മഞ്ഞും ഒന്നും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് ആ പാഞ്ചാലിക്കുളത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ഇപ്പം എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മലയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഒരു വഴി ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അതിലും താല്പര്യം ഈ പുൽമേട്ടിൽ കൂടെ തന്നെ മലയുടെ മുകളിലേക്ക് കയറുന്നതാണ്. നമുക്ക് അതിലേ അങ്ങ് കയറി ചെന്ന് നോക്കാം. ഞാനങ്ങനെ ഈ മലയുടെ ഏറ്റവും മുകളിൽ വന്നിരിക്കുകയാണ്.
ഇത് കണ്ടോ, ഇതിലൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുവാൻ വേണ്ടിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ കാരണം ഇങ്ങോട്ട് ആരും വരുന്നില്ല. വരുന്നവരെല്ലാം തന്നെ അങ്ങ് ആ മലയുടെ അങ്ങ് താഴ്വാരം വരെ വന്നിട്ട് അങ്ങ് തിരികെ പോവുകയാണ്. അങ്ങ് ദൂരോട്ട് നോക്കിക്കാൻ മൂടൽമഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കുന്ന കണ്ടോ. ആ മൂടൽമഞ്ഞ് ഇല്ലായിരുന്നുവെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ദൂരത്തേക്കുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, മുഴുവനും ഇപ്പോൾ ഈ മൂടൽമഞ്ഞാണ്. തന്നെയുമല്ല മഴയും ഉടനെ വരുന്ന ലക്ഷണമാണ്. ഇപ്പം തന്നെ ചാറ്റൽ മഴയുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഇവിടെ വരുന്ന സമയത്ത് ഈ വലിയ ഈ കുന്നിൻ്റെ മുകളിൽ വന്ന് കയറണം കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയാണ്. ഇത് കണ്ടോ, പുൽമൈതാനം പോലെ കിടക്കുന്ന കണ്ടോ, പാഞ്ചാലിമേടിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ്. ഇരിപ്പിടങ്ങൾ ഒക്കെ കണ്ടോ, താഴെയെല്ലാം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലെങ്ങും ഇപ്പോൾ ആരും ഇല്ല കേട്ടോ. അതിമനോഹരമായ സ്ഥലം. ഇവിടുത്തെ ഈ പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗതുല്യമായ സ്ഥലമാണ്. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ 4-5 പേര് കയറി വരുന്നുണ്ടെന്ന്. അവർ താണ്ടി ഈ നിൽക്കുന്ന ഒരു 5 പേരാണ്. തമിഴ്നാട്ടിൽ നിന്നും വന്നവരാണ്. ആകെ ഇപ്പം ഞാനും ഇവരും മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കിയുള്ളവരെല്ലാം അങ്ങ് താഴെ നിൽക്കുന്നത് നമുക്കിവിടെ നിന്നാൽ കാണാം. അങ്ങ് താഴെ ആ റോഡ് കണ്ടോ, ആ റോഡിൽ കൂടിയേ ഇത് കണ്ടോ, മഞ്ഞ് അല്പം മാറിയിരിക്കുകയാണ്. ആ സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒച്ച് ഇഴഞ്ഞു വരുന്ന പോലെ ഇങ്ങനെ വാഹനങ്ങൾ ഇതിലേ ഇങ്ങനെ വരുന്ന കാണാം. അത് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഈ പച്ചപ്പിന് ഇടയിലൂടെയുള്ള ഈ കറുത്ത ഒരു റോഡ്, ആ റോഡിൽ കൂടിയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തേ ഇല്ല. പക്ഷേ ഞാൻ പയ്യെ താഴേക്ക് ഇറങ്ങുകയാണ്. ഒന്നാമത് ചാറ്റൽ മഴയുണ്ട്, തണുത്ത് ഉറക്കുകയാണ്. ഇവിടെ വരുന്നവർ എന്തെങ്കിലും റെയിൻകോട്ടും ഒക്കെ ആയിട്ട് വരാറുള്ളൂ. കുടയും കൊണ്ട് വരാൻ പറ്റില്ല. കുടയെല്ലാം ഒടിഞ്ഞു പോകും, അത് നിൽക്കാൻ സാധ്യമല്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് മുണ്ടക്കയത്ത് നിന്നുമാണ്. ഇങ്ങോട്ട് KSRTC ബസ് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ വന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക് മുണ്ടക്കയത്ത് നിന്ന് പോരുന്ന ബസ്സിനാണ്. 5 മണി കഴിയുമ്പം ഒരു ബസ് ഇതിലെ മുണ്ടക്കയത്തേക്കുണ്ട്. അപ്പോൾ എനിക്ക് ആ ബസ്സിന് വേണം തിരിച്ചു പോകാൻ വേണ്ടി. സ്ത്രീകൾക്ക് ഈ മനോഹരമായ സ്ഥലം ഒരു പൈസ മുടക്കില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ വന്ന് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ. ഈ പ്രിയദർശിനി ബസ്സിൽ വന്ന് കണ്ടു നോക്കണം. ഇത് കണ്ടോ, ഇതിനകത്തൊരു ഷോപ്പുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പം. പക്ഷെ ആളൊന്നും ഇല്ലാത്ത കാരണം ആ ഷോപ്പ് നടത്തുന്നവർ 2 പേരും അവിടെ വെളിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ആൾ വളരെ കുറവല്ലേ. പക്ഷെ അവിടെ ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. എത്ര ഭംഗിയാന്ന് നോക്കി. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമല്ലേ, ഒരു രക്ഷയില്ല. ശരിക്കും തണുത്ത് വിറയ്ക്കുകയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇത് കണ്ടോ, ഇവിടുത്തെ ഈ ചെടിയല്ല, ഒരു തരം ചെറിയ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന പൂക്കളൊക്കെ ഉണ്ട്. അതിലായിട്ട് നോക്കിയാൽ കാറ്റടിക്കുന്ന കണ്ടോ, ഒരു രക്ഷയുമില്ലാത്ത കാറ്റാണ്. കണ്ടോ, താഴെ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. ഒരു കുട്ടി അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ എന്തോ ഒരു ഇങ്ങനെ ഊതുന്ന ശബ്ദം നമുക്ക് അവിടെ അടുത്തോട്ട് ചെല്ലാം. ഇത് കണ്ടോ, ഞാനേ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഈ കയ്യിലിരിക്കുന്ന ഇങ്ങനെ ഒന്ന് ഊതി കാണിക്കാൻ പറഞ്ഞു. അതിനവൾ ഇത് കണ്ടോ, എന്നെ ഇങ്ങനെ ഊതി കാണിക്കുകയാണ്. കണ്ടോ, നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ചെല്ലുമ്പം കണ്ടിട്ടില്ലേ ഇതുപോലെ. കൊള്ളാം കൊള്ളാം, അടിപൊളി. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. 5 മണിക്ക് മുണ്ടക്കയത്തേക്ക് ആ ബസ് വരും. അതിന് എനിക്ക് തിരിച്ചു പോകണം. ഇതൊക്കെയാണല്ലേ പാഞ്ചാലിമേടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയല്ലേ പാഞ്ചാലിമേട്?